ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലീഗൽ പ്രാക്ടീസിംഗിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോൾ എന്താണ്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുക, ദെൻ എന്താണ് ഇതിന്റെ ജോബ് റോൾ വരുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ന്യൂ അപ്ഡേഷൻസിനായിട്ട് ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇൻസൈറ്റ് 360യുടെ അതർ സോഷ്യൽ മീഡിയ പേജസുകളും ഫോളോ ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിയമവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള സംയോജനം സമീപ വർഷങ്ങളിലെ നിയമരംഗത്ത് ഒരു വഴിത്തിരിവായിട്ട് മാറിയിരിക്കുന്നതാണ്. ഇത് നിയമ പ്രൊഫഷണലുകളുടെ പ്രവർത്തന രീതി മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്ക് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പൊ നിയമസ്ഥാപനങ്ങളും അല്ലെങ്കിൽ ലീഗൽ ഡിപ്പാർട്ട്മെന്റുകളും തങ്ങളുടെ പ്രവർത്തന പ്രക്രിയകളിൽ കൂടുതൽ സമന്വയിപ്പിക്കുമ്പോൾ നിയമപരമായിട്ടുള്ള പ്രാക്ടീസ് കൂടുതൽ കാര്യക്ഷമവും ഡാറ്റ അധിഷ്ഠിതവുമായിട്ട് കക്ഷി കേന്ദ്രീകൃതമായി മാറുകയാണ്. ഇപ്പൊ നിയമ വിദ്യാർത്ഥികൾക്ക് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷ, സ്കോളർഷിപ്പ് അതുപോലെയുള്ള അപ്ലിക്കേഷൻസുകൾക്കായിട്ടും അഡ്മിഷൻ നടപടികൾ, കരിയർ ഗൈഡൻസ്, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇനി ഒരൊറ്റ സിംഗിൾ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഗൈഡൻസും എല്ലാ പുതിയ അപ്ഡേറ്റുകളും അവസരങ്ങളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇനി പഠന ലോകത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്ക് വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ നിയമപരമായിട്ടുള്ള പ്രാക്ടീസും വഹിക്കുന്ന പങ്കും എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ജോലികളെ ഓട്ടോമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ നിലവാരം വർദ്ധിപ്പിക്കുക, നിയമപരമായിട്ടുള്ള ജോലികളിലെ കൃത്യത മെച്ചപ്പെടുത്തുക എന്നിവയിലൂടെ നിയമപരമായിട്ട് പ്രാക്ടീസ് മൂലമായിട്ടുള്ള പരിവർത്തനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രാക്ടീസിലെ വിവിധ മേഖലകളിലെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. രേഖാ പരിശോധനയും അതിന്റെ വിശകലനവും, അതായത് സമയമെടുക്കുന്നതിനും മനുഷ്യ സഹജവുമായ പിഴവുകൾ സാധ്യതയുള്ളതുമായിട്ടുള്ള മാനുവൽ പരിശോധനയിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് ആയിരക്കണക്കിന് നിയമപരമായിട്ടുള്ള രേഖകൾ എക്ക് വേഗത്തിൽ തന്നെ വിശകലനം ചെയ്യാനും അത് പ്രസക്തമായ വിവരങ്ങൾ തിരിച്ചറിയാനും കഴിയും. ഇപ്പൊ ഇത് ഡ്യൂ ഡിജിലൻസ് കരാർ അല്ലെങ്കിൽ വിശകലനം കേസുകൾ, നിയമ ഗവേഷണം എന്നിവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള സമയം വളരെയധികമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്, അതായത് മുൻ കേസുകളിൽ നിന്നുള്ള ചരിത്രപരമായിട്ടുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് നിയമപരമായിട്ടുള്ള ഫലങ്ങൾ പ്രവചിക്കാൻ അൽഗോരിതങ്ങൾക്ക് ഇപ്പോൾ കഴിയും. ശക്തമായിട്ടുള്ള കേസുകൾ നിർമ്മിക്കുവാനും കക്ഷികൾക്ക് മികച്ച ഉപദേശം നൽകുവാനും ഈ എയിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഡാറ്റാധിഷ്ഠിതമായ ഒരു സമീപനം സ്വതന്ത്രപരമായിട്ടുള്ള ഒരു ആസൂത്രണം മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ലീഗൽ റിസർച്ച്, അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, കോടതി വിധികൾ, ലേഖനങ്ങൾ എന്നിവയുടെ എല്ലാം വലിയൊരു ശേഖരം നിമിഷ നേരങ്ങൾക്കുള്ളിൽ സ്കാൻ ചെയ്യാനും അത് പ്രസക്തമായിട്ടുള്ള വിവരഭാഗങ്ങൾ വീണ്ടെടുക്കാനും ഗവേഷണങ്ങൾ ഉപകരണങ്ങൾക്ക് കഴിയും. അപ്പം ഇത് ഗവേഷണ പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുകയും അഭിഭാഷകർക്ക് ഉയർന്ന മൂല്യമുള്ള ജോലികളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കാൻ അവസരം നൽകുകയാണ് ചെയ്യുന്നത്. അടുത്ത കോൺട്രാക്ട് മാനേജ്മെന്റ്, അതായത് സഹായമുള്ള കരാർ മാനേജ്മെന്റ് സൊല്യൂഷനുകൾക്ക് കൂടുതൽ കൃത്യതയോടും കാര്യക്ഷമതയോടും കൂടെ കരാറുകൾ രൂപപ്പെടുത്തുവാനും അത് പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും കഴിയും. ഈ സംവിധാനങ്ങൾ സാധ്യതയുള്ള അപകട സാധ്യതകൾ കണ്ടെത്തുകയും നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. അതുപോലെ ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ചാറ്റ് ബോട്ട്സ്, ഇപ്പൊ കക്ഷികളുടെ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാനും കേസിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകാനും ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകൾ, വെർച്വൽ അസിസ്റ്റന്റുമാരും ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. ഇത് കക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക മാത്രമല്ല നിയമ പ്രൊഫഷണലുകൾക്ക് കൂടുതൽ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സമയം നൽകുകയും കൂടി ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിയമപരമായിട്ടുള്ള പ്രാക്ടീസിനെയും പ്രക്രിയകളെയും എങ്ങനെ ലളിതമാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അതായത് കാര്യക്ഷമതയും ചെലവ് കുറയ്ക്കലും. ഇപ്പോൾ ആവർത്തന ജോലികൾ ഓട്ടോമേറ്റായിട്ട് ചെയ്യുന്നതിലൂടെ നിയമസ്ഥാപനങ്ങൾക്ക് സമയം ലാഭിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യത വർദ്ധിപ്പിക്കുന്നു, അതായത് ടൂളുകൾ മനുഷ്യന്റെ പിഴവുകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഇപ്പോൾ നിർണായകമായ നിയമപരമായ ജോലികൾ കൃത്യതയോടെ ചെയ്യുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നു. അതുപോലെ തന്നെ മികച്ച കക്ഷി സേവനം, സാധാരണ ജോലികൾ കൈകാര്യം ചെയ്യുന്നതിനാൽ അഭിഭാഷകർക്ക് സങ്കീർണമായിട്ടുള്ള നിയമപരമായ കാര്യങ്ങളിലും കക്ഷികളുമായിട്ടുള്ള ആശയവിനിമയത്തിലും കൂടുതൽ സമയം ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്, അതായത് അഭിഭാഷകർക്ക് കേസിന്റെ സാധ്യതകളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നൽകുന്നു.
ഇത് മികച്ച തന്ത്രങ്ങളും തീരുമാനങ്ങളും എടുക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ചാലഞ്ചസ് ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ, അതായത് എയുടെ നിരവധി ഗുണങ്ങൾക്കിടയിലും നിയമപരമായിട്ടുള്ള പ്രാക്ടീസിൽ അതിന്റെ സംയോജനം ചില വെല്ലുവിളികളെല്ലാം ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഡാറ്റ സ്വകാര്യതയും അതിന്റെ സുരക്ഷിതത്വവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ വലിയ അളവിലുള്ള സെൻസിറ്റീവ് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനാൽ ഡാറ്റ സ്വകാര്യതയും സുരക്ഷതയും സംബന്ധിച്ചിട്ടുള്ള ആശങ്കകൾ പ്രധാനമാണ്. ധാർമ്മിക പ്രശ്നങ്ങൾ, അതായത് തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ധാർമ്മികമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എയുടെ ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമപരമായിട്ടുള്ള ചട്ടക്കൂടുകളെ കുറിച്ച് നിയമ പ്രൊഫഷണലുകൾ അറിഞ്ഞിരിക്കേണ്ടത് നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ നിയമ വിദ്യാഭ്യാസത്തിന്റെ ഭാവി സാങ്കേതിക വിദ്യ സ്വീകരിക്കില്ല, അതായത് നിയമപരമായിട്ടുള്ള ലോകത്തെ പരിവർത്തനം ചെയ്ത് തുടരുമ്പോൾ അഭിഭാഷകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പരമ്പരാഗത നിയമ വൈദഗ്ധ്യവും സാങ്കേതിക വിദ്യയെക്കുറിച്ചിട്ടുള്ള ശക്തമായൊരു ധാരണയും ഉണ്ടായിരിക്കണം. ഈ പ്രത്യേക പരിപാടികൾ ഇവിടെ അനിവാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പുതിയ കോഴ്സുകളെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് 360യുടെ ഡയറക്റ്റ് മെന്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്, എന്തൊക്കെ എക്സാംസുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അപ്പൊ അഭിഭാഷകരെ മാറ്റി സ്ഥാപിക്കുകയല്ല, മറിച്ച് അവരെ കൂടുതൽ ശാക്തീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദിനചര്യമായ ജോലികളെ ഓട്ടോമാറ്റിക് ചെയ്യുന്നതിലൂടെ, പ്രവചന ഉൾക്കാഴ്ചകൾ നൽകുന്നതിലൂടെയും ഗവേഷണശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും അഭിഭാഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവസരങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അതായത് കൃത്യമായി നിയമ ഉപദേശം നൽകുകയും നീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. നിയമവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഈ ചലനാത്മകമായ ഏരിയ മുന്നോട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാഭ്യാസം നേടുന്നത് വിവേകപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻസൈറ്റ് 360യുടെ മെന്റേഴ്സ് ആയിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻസ് ചെയ്യാവുന്നതാണ്.